നിയമസഭയിൽ ഇന്നലെ നടന്ന പ്രതിപക്ഷ അക്രമങ്ങളെ അപലപിക്കുന്ന പ്രമേയം അവതരിപ്പിക്കേണ്ട സമയമായതുകൊണ്ടാണ് ഇടയ്ക്ക് പത്രസമ്മേളനത്തിൽ നിന്ന് സഭയിലേക്ക് തിരിച്ചുപോയത്. ഇന്നലെ നിയമസഭയിൽ നടന്നത് സമീപകാലത്തൊന്നും ഉണ്ടാവാത്ത തരത്തിലുള്ള അക്രമങ്ങളാണ്. രണ്ട് പ്രതിപക്ഷാംഗങ്ങൾ സഭയിലേക്ക് സ്പീക്കറുടെ ഡയസിലേക്ക് ചാടിക്കയറുകയും ഒരാൾ ഡയസിൽ കയറി നിന്ന് മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുന്ന സ്ഥിതിയുണ്ടായി. മറ്റ് നിരവധി പ്രതിപക്ഷാംഗങ്ങൾ സഭയിലേക്ക് ഡയസിലേക്ക് ഇടിച്ചു കയറാൻ ശ്രമം നടത്തി. വാച്ചൻ വാർഡിനെ ആക്രമിച്ചു. ഇത്തരം അക്രമങ്ങളെല്ലാം ന്യായീകരിക്കുകയാണ് ഇന്നലെയും ഇന്ന് ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് ചെയ്തത്. ഈ പ്രതിപക്ഷ നേതാവാണ് സഭാ നടപടികളെയും പാർലമെന്ററി മര്യാദകളെയും കുറിച്ച് എപ്പോഴും ഗീർവാണ പ്രസംഗം നടത്താറുള്ളത്. പക്ഷേ അദ്ദേഹം തന്നെ പറഞ്ഞുവിട്ട അദ്ദേഹത്തിന്റെ അനുയായികൾ സഭയിലും സ്പീക്കറുടെ ഡയസിലും താണ്ഡവമാടിയപ്പോൾ അതിനെ അദ്ദേഹം ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. സഭ ഒരു പ്രമേയത്തിലൂടെ ആ അക്രമങ്ങളെ ഇന്ന് അപലപിക്കുകയുണ്ടായി. ഇന്ന് ചില മാധ്യമങ്ങളൊക്കെ കണ്ടപ്പോൾ പ്രതിപക്ഷം എന്തോ ഒരു സൽക്കർമ്മം ചെയ്തു എന്ന മട്ടിലാണ് ചില പത്രങ്ങൾ അവതരിപ്പിച്ചതായി കണ്ടത് ഇന്നലെ സഭയിൽ നടത്തിയത്. അപ്പൊ അതിലും ഒരു ഇരട്ടനീതി വ്യക്തമാണ്. അതുകൂടി കൂട്ടത്തിൽ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട പ്രമേയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോൾ സഭയിൽ അവതരിപ്പിക്കുകയുണ്ടായി. സഭ അത് അംഗീകരിക്കുകയും ചെയ്തു. ചട്ടം 118 അനുസരിച്ചുള്ള പ്രമേയമാണ്. അത് കേരളത്തിനോടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ക്രൂരമായ പകപോക്കലിനും വിവേചനത്തിനുമെതിരായിട്ടുള്ള പ്രമേയമാണ്. ആ ക്രൂരമായ വിവേചനത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര ധനകാര്യമന്ത്രി പാർലമെന്റിൽ അവതരിപ്പിച്ച യൂണിയൻ ബജറ്റ്. ആ ബജറ്റിൽ കേരളം ഉന്നയിച്ച 29 ആവശ്യങ്ങളിൽ ഒന്നുപോലും പരിഗണിക്കുകയുണ്ടായില്ല. എന്നു മാത്രമല്ല, കേരളത്തെ പരിഹസിക്കാനെന്നോണം ആമകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതി പ്രഖ്യാപിക്കുകയും ചെയ്തു. അത് യാദൃശ്ചികമാണെന്ന് കരുതാനാവില്ല. അത് ബോധപൂർവം കേരളത്തെ പരിഹസിക്കാൻ ചെയ്തതുപോലെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഞങ്ങൾക്ക് രാഷ്ട്രീയമായിട്ടുള്ള പിന്തുണയും സ്വീകാര്യതയും ഇല്ലെങ്കിൽ എന്നാ പിടിച്ചോ, നിങ്ങൾക്കിതാണ് കിട്ടാൻ പോകുന്നത് എന്നൊരു മനോഭാവമാണ്. കേരളത്തിൽ വലിയ പ്രതിഷേധം അതിനെതിരായിട്ട് ഉയർന്നു വന്നു. എല്ലാ മാധ്യമങ്ങളും ഈ ക്രൂരമായ വിവേചനത്തെക്കുറിച്ച് പറഞ്ഞു, ഒരുപക്ഷെ പറയാൻ നിർബന്ധിതരായി. പത്രങ്ങളെല്ലാവരും മുഖപ്രസംഗം എഴുതി. അത്തരമൊരു പ്രശ്നത്തിൽ മലയാളികളുടെ ആകെ പൊതുവായ വികാരം ഉയർന്നൊരു കാര്യത്തിലാണ് ഈ പ്രമേയം ഇന്ന് കൊണ്ടുവന്നത്. വിചിത്രമായ നടപടിയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. വിചിത്രമായ നടപടിയാണ്. ആ പ്രമേയത്തെ അനുകൂലിക്കാൻ തയ്യാറായില്ല. വേറെന്തെല്ലാം അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും കേരളത്തിന് എയിംസ് തരാതിരുന്ന നടപടിയിൽ പ്രതിപക്ഷത്തിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവേണ്ട കാര്യമില്ല. അതിന് മലയാളികളുടെ വികാരത്തിനൊപ്പം നിൽക്കാൻ കഴിയേണ്ടതാണല്ലോ. ഗവൺമെന്റിനോട് എതിരഭിപ്രായം ഉണ്ടാവാം. അതാ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. പ്രതിപക്ഷം ഗവൺമെന്റിന്റെ പ്രതിപക്ഷമായിട്ടാണോ പ്രവർത്തിക്കുന്നത്, അതോ കേരള ജനതയ്ക്കാകെ പ്രതിപക്ഷമായിട്ടാണോ പ്രവർത്തിക്കുന്നത്? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്ന് പ്രതിപക്ഷം നൽകിയത്. ഞങ്ങൾ LDF ഗവൺമെന്റിന്റെ മാത്രം പ്രതിപക്ഷമല്ല, കേരളത്തിലെ ജനങ്ങളുടെയാകെ പ്രതിപക്ഷമാണ്. ജനങ്ങളുടെ എതിർപക്ഷത്താണ് തങ്ങൾ നിൽക്കുന്നത്. BJP ഗവൺമെന്റിനൊപ്പമാണ്. കേരളത്തിനൊന്നും നൽകേണ്ടതില്ല എന്ന BJPയുടെ അഭിപ്രായം പ്രതിപക്ഷവും പങ്കുവച്ചിരിക്കുകയാണ്. പുറത്തുപോലും വളരെ കരുതലോടെ മാത്രമേ ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറാവുന്നുള്ളൂ.
ആരാണ് ബി.ജെ.പിയെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്നുള്ളത് വ്യക്തമാണ്. അതിന്റെ കാരണവും എല്ലാവർക്കും അറിയാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയതിന്റെ തുടർച്ചയായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുമായിട്ടുള്ള രഹസ്യധാരണയ്ക്ക് അലോസരമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് കേന്ദ്ര ഗവൺമെന്റിനെതിരായ പ്രമേയത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. അതുകൊണ്ടാണ് ബി.ജെ.പിക്കെതിരായിട്ടൊരു അക്ഷരം പറയാൻ അവർ തയ്യാറാവാത്തത്. അല്ലെങ്കിൽ ഈ കാര്യങ്ങളിൽ ഏതിലാണ് പ്രതിപക്ഷത്തിന് വിയോജിപ്പ്? കേരളത്തിന് ഹിംസ വേണ്ട എന്നുള്ളതാണോ പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം? കേരളത്തിന് അതിവേഗ റെയിൽപാത നൽകരുത് എന്നതാണോ പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം? മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ചത് ശരിയാണ് എന്നാണോ പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം? അതുപോലെ വിഴിഞ്ഞത്തിന് BGF ഗ്രാന്റ് നൽകരുത് എന്നതാണോ പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം? കോച്ച് ഫാക്ടറിക്ക് സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തിട്ടും കോച്ച് ഫാക്ടറി അനുവദിക്കേണ്ട എന്നതാണോ പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം? വിദേശ വിമാന കമ്പനികൾക്ക് കണ്ണൂർ എയർപോർട്ടിൽ സർവീസ് നടത്താനുള്ള അനുമതി കൊടുക്കണ്ട എന്ന അഭിപ്രായമാണോ കേരളത്തിലെ പ്രതിപക്ഷത്തിന്? പ്രകൃതി ദുരന്തങ്ങൾ, വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ അർഹമായ സഹായം കേന്ദ്രം നൽകണ്ട എന്നതാണോ പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം? കേരളത്തിന്റെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്നത് തുടരണമെന്നാണോ പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം? അപ്പോ ഇതിലെല്ലാം കേന്ദ്രത്തിനെ വിമർശിക്കേണ്ടി വരും എന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ പ്രമേയം ബഹിഷ്കരിച്ചത്. അതായത് കേന്ദ്രത്തെ വിമർശിക്കുന്ന ഒന്നിനും ഞങ്ങൾ കൂടെയില്ല എന്ന സന്ദേശം ബി.ജെ.പിക്ക് കൊടുക്കുകയാണ് പ്രതിപക്ഷ നേതാവ്